നമ്മൾ പറഞ്ഞ പോയിന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, വളരെ സിമ്പിൾ ആണ്. ബൈവേരിയറ്റ് ഡേറ്റ ആർ ദി ഡേറ്റ കളക്റ്റഡ് ഫോർ. ബൈവേരിയറ്റ് ഡേറ്റ ആർ ദി ഡേറ്റ കളക്റ്റഡ് ഫോർ. ഓപ്ഷൻസ് ഉണ്ട്. 2 വേരിയബിൾസ്. ഇത് കാണുമ്പോഴേ ആൾക്കാർ 2 വേരിയബിൾസ് ഓപ്ഷൻ എ ബബിൾ ചെയ്യും. കറക്റ്റ് ആണോ? 2 വേരിയബിളുമായി ബന്ധപ്പെട്ടതാണ് ബൈവേരിയറ്റ് ഡേറ്റ. പക്ഷെ കൃത്യമായിട്ട് എങ്ങനെ പറയാം? മോർ ദാൻ 2 വേരിയബിൾ അല്ല, 2 വേരിയബിൾസ് അറ്റ് ദി സെയിം പോയിന്റ് ഓഫ് ടൈം. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സെയിം പോയിന്റ് ഓഫ് ടൈം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ സൈമൾടെന്നീസ്ലി എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു 2 വേരിയബിൾസ് എന്ന് മാത്രമല്ല 2 വേരിയബിൾസ് അറ്റ് സെയിം പോയിന്റ് ഓഫ് ടൈം എന്നോ അല്ലെങ്കിൽ അറ്റ് ദി സെയിം ടൈം എന്നോ അല്ലെങ്കിൽ സൈമൾടെന്നീസ്ലി എന്നോ വേണം. ഓക്കെ, അപ്പോൾ എന്താ നോക്കിയേ, ബൈവേരിയറ്റ് ഡേറ്റ ആർ ദി ഡേറ്റ കളക്റ്റഡ് ഫോർ 2 വേരിയബിൾസ് അല്ല, 2 വേരിയബിൾസ് അറ്റ് ദി സെയിം പോയിന്റ് ഓഫ് ടൈം ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മോർ ദാൻ 2 വേരിയബിൾ അല്ലല്ലോ, അടുത്ത 2 വേരിയബിൾസ് അറ്റ് ദി ഡിഫറൻറ്റ് പോയിന്റ് ഓഫ് ടൈം അല്ലല്ലോ. ആൻസർ ഈസ് 2 വേരിയബിൾസ് അറ്റ് ദി സെയിം പോയിന്റ് ഓഫ് ടൈം. ഒരേ സമയം 2 വേരിയബിളുമായി ബന്ധപ്പെട്ട ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴാണ് അതിനെ ബൈവേരിയറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ഈസ് 2 വേരിയബിൾസ് അറ്റ് ദി സെയിം പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫോർ ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ P+Q ക്ലാസിഫിക്കേഷൻ ദി ടോട്ടൽ നമ്പർ ഓഫ് സെൽസ്. ദി ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് ആണ്. ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ എത്ര ബോക്സുകളുണ്ട്, എത്ര ചെറിയ ബോക്സുകൾ എത്ര എണ്ണം കാണും? P+Q ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ നമ്പർ ഓഫ് റോസ് P ആണ്, നമ്പർ ഓഫ് കോളംസ് Q ആണെങ്കിൽ അതിനകത്തിൽ എത്ര നമ്പർ ഓഫ് സെൽസ് കാണും? എന്തായിരിക്കും? P ഇൻറ്റു Q ആയിരിക്കും. ആൻസർ എന്തുവാ? P ഇൻറ്റു Q. ഒരു ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. P ഇൻറ്റു Q. P ഇൻറ്റു Q നമ്പർ ഓഫ് സെൽസ് കാണും. P ഇൻറ്റു Q. ഫോർ എക്സാമ്പിൾ, ഒരു ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ 5 കോളംസും അതേപോലെ 5 റോസും ഉണ്ടെന്ന് വിചാരിക്കുക. 5 റോസും 5 കോളംസും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള നമ്പർ ഓഫ് സെൽസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്തായിരിക്കും? 5 ഇൻറ്റു 5. എന്താണ് നമ്പർ ഓഫ് സെൽസ് എന്ന് മനസ്സിലായില്ലേ? അതാണ്ട് ഈ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുമ്പം അതിനകത്തുള്ള അതാണ്ട് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഓരോ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു സെല്ലാണ്. ഇതുപോലെ എത്ര സെല്ലുകൾ കാണുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം കാണും? 5 ഇൻറ്റു 5 25 എണ്ണം കാണും അല്ലേ? അപ്പം നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളവും Pയും Q ആണെങ്കിൽ P ഇൻറ്റു Q നമ്പർ ഓഫ് സെൽസ് കാണും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സം ഓഫ് ദി സെൽ ഫ്രീക്വൻസീസ് ഇൻ ബൈവേരിയറ്റ് ഫ്രീക്വൻസി ടേബിൾ മേ ബി. ഒരു ബൈവേരിയറ്റ് ഫ്രീക്വൻസി ടേബിളിൻ്റെ സെൽസിൻ്റെ ഓരോ സെല്ലിൻ്റെയും ഫ്രീക്വൻസി എന്തൊക്കെ ആവാൻ സാധ്യതയുണ്ട്? നെഗറ്റീവാണ്. ഓപ്ഷൻ എ നെഗറ്റീവ്, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി എന്താണ്? ഓപ്ഷൻ ബി 0 ആണ്. ഓപ്ഷൻ സി എന്താണ്? എ ഓർ ബി എന്ന് വെച്ചാൽ നെഗറ്റീവോ 0 ആവാം. ഓപ്ഷൻ ഡി എന്താണ്? നൺ ഓഫ് ദീസ്. ഇതൊന്നുമല്ല. എന്താ വരാം? നെഗറ്റീവ് വരത്തില്ല, ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല, പക്ഷേ 0 വരാം. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിനകത്തിൽ ചില സെല്ലിൽ ഫ്രീക്വൻസി 0 അല്ലേ? ഫ്രീക്വൻസി ഒന്നും ഇല്ലാത്ത സെല്ലുകളുണ്ട് അല്ലേ? ഫ്രീക്വൻസി ഒന്നും ഇല്ലാത്ത കോളം ഉണ്ട് അല്ലേ? ഇവിടെ ഫ്രീക്വൻസി ഒന്നും എഴുതാത്തതുകൊണ്ട്. അപ്പോൾ ഫ്രീക്വൻസി 0 വേണം വരാം. അപ്പോൾ ആൻസർ എന്തുമായിരിക്കും? 0 ആയിരിക്കും. ആൻസർ ഈസ് 0. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ P ഇൻറ്റു Q ബൈവേരിയറ്റ് ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ P+Q ബൈവേരിയറ്റ് ഫ്രീക്വൻസി ടേബിൾ ദി മാക്സിമം നമ്പർ ഓഫ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. ദി മാക്സിമം നമ്പർ ഓഫ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി P+Q, ഓപ്ഷൻ ഡി P ഇൻറ്റു Q അല്ലേ? നമുക്കറിയാം ഒരു ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ഫോം ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്? 2 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആൻസർ എത്രയാണ്? 2 അല്ലേ? ഇനി ദി മാക്സിമം നമ്പർ ഓഫ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷന് പകരം ദി മാക്സിമം നമ്പർ ഓഫ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്തോ എഴുതും? ഫോർ P ഇൻറ്റു Q ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ദി മാക്സിമം നമ്പർ ഓഫ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ P+Q. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്തായിരിക്കും? P+Q. നമ്പർ ഓഫ് സെൽസ് ആണെങ്കിൽ എന്തായിരിക്കും? P ഇൻറ്റു Q. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? 2. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ, കോറിലേഷൻ അനാലിസിസ് എയിംസ് അറ്റ്. Correlation analysis aims at option A predicting one variable for a given value of another variable. Predicting one variable for a given value of another variable. അല്ല, ഇതേപ്പറ്റി നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അടുത്തത് ഓപ്ഷൻ ബി എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പരിധി വരെ ശരിയാണ് അല്ലേ? ഓപ്ഷൻ സി നോക്കിയേ, മെഷറിംഗ് ദി എക്സ്റ്റെൻഡ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ്. അത് വളരെ ശരിയാണ് അല്ലേ? മെഷറിംഗ് ദി എക്സ്റ്റെൻഡ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻ്റെ അഥവാ അസോസിയേഷൻ്റെ എക്സ്റ്റെൻഡ് അഥവാ അതിന് ഇൻറ്റൻസിറ്റി അളക്കുന്ന ഒരു ടെക്നിക്കാണ് കോറിലേഷൻ. അതേപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി നോക്കിയാൽ ബോത്ത് ബി ആൻഡ് സി, ബിയും സിയും ശരിയാണ് എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും കൂടുതൽ ശരി? ചില ആൾക്കാർ സി എഴുതാൻ സാധ്യതയുണ്ട്. സി വളരെ ശരിയാണ്, എന്നാൽ ബിയും ശരിയാണ് അല്ലേ? ബിയും ശരിയാണ്, ബി തെറ്റല്ല. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ബി ആൻഡ് സി എഴുതണം. അപ്പോൾ
ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കൊടുത്തിരിക്കുന്ന ഒന്നിലധികം ആൻസറുകൾ ശരിയാണെങ്കിൽ നമ്മൾ അതിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കൃത്യമായ ആൻസറിലേക്ക് എത്താൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബിയും സിയും ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബോത്ത് ബി ആൻഡ് സി ആണ് ആൻസർ. ഓക്കെ, ബി എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് അല്ലേ, രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അല്ലേ. അല്ലേ, പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണോ, നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ സീറോ കോറിലേഷൻ ആണോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കോറിലേഷൻ ആണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അതുപോലെ അതിൻ്റെ എക്സ്റ്റെൻറ്റ്, എത്രത്തോളം ആ റിലേഷൻ ഉണ്ട്, എത്രത്തോളം റിലേറ്റഡ് ആണ്, എത്രത്തോളം അസോസിയേറ്റഡ് ആണ് എന്നും കോറിലേഷനിലെ ചില ടെക്നിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ക്ലിയർ? അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വേരിയസ് മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോറിലേഷൻ. കോറിലേഷൻ കമ്പ്യൂട്ട് ചെയ്യാനുള്ള വേരിയസ് മെത്തേഡ്സ്, പ്രധാനമായും 4 മേജർ ടെക്നിക്സ് ആണ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് നമ്മൾ കോറിലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിലെ ആദ്യത്തെ മെത്തേഡ് അല്ലെങ്കിൽ ആദ്യത്തെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് ടെക്നിക്കാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയും. സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ച് രണ്ട് വേരിയബിൾസിന് അല്ലെങ്കിൽ ഒരു ബൈവേരിയേറ്റ് ഡേറ്റയുടെ ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ കോറിലേഷൻ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബൈ യൂസിങ് സ്കാറ്റർ ഡയഗ്രാം. അടുത്തത് കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ്. എന്താ പറഞ്ഞേ? കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ഞാൻ ഫുൾ നെയിം എഴുതിയിരിക്കുകയാണ്. കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ് അല്ലേ. അടുത്തത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ്. സ്പിയർമാൻസ്, ഇതും ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് അഥവാ റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്നും പറയാറുണ്ട്. റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്നാണ്. അടുത്തത് കോയിഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ. Next is coefficient of concurrent deviation. These 4 major techniques can be used to identify the correlation of two variables or a bivariate data. ഒരു ബൈവേരിയറ്റ് ഡേറ്റയുടെ കോറിലേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 4 ടെക്നിക്കുകളാണിത്. അപ്പോൾ ഓരോ ടെക്നിക്കിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ട് പറയാം. ആദ്യം നമുക്ക് സ്കാറ്റർ ഡയഗ്രത്തെ പറ്റി പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോറിലേഷൻ മെഷർ ചെയ്യാനുള്ള ആദ്യത്തെ ടെക്നിക്കിലേക്ക് പോകാം. ആദ്യത്തെ ടെക്നിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്കാറ്റർ ഡയഗ്രാം അല്ലേ. സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ചാണ് നമ്മൾ കോറിലേഷൻ മെഷർ ചെയ്യുന്നത് അല്ലേ. സ്കാറ്റർ ഡയഗ്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ച് കോറിലേഷന്റെ ഡയറക്ഷൻ മാത്രമാണ് നമ്മൾ അസസ് ചെയ്യാൻ പറ്റുന്നത്. സ്കാറ്റർ ഡയഗ്രാം യൂസ് only assess the direction of the bivariate data. ഡയറക്ഷൻ അല്ലേ, തന്നിരിക്കുന്ന ഇൻഫർമേഷന്റെ ബൈവേരിയറ്റ് ഡേറ്റയുടെ ഡയറക്ഷൻ മാത്രം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഡയറക്ഷൻ മാത്രം അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് എന്ത്? സ്കാറ്റർ ഡയഗ്രാം. തന്നിരിക്കുന്ന ബൈവേരിയറ്റ് ഡേറ്റ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ട് ആ ഗ്രാഫിൻ്റെ ഷേപ്പിനെ അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്ത് നമ്മൾ ഈ കോറിലേഷൻ്റെ നേച്ചർ മനസ്സിലാക്കുന്ന, കോറിലേഷൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കുന്ന മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ തന്നിരിക്കുന്ന ബൈവേരിയറ്റ് ഡേറ്റ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ ഷേപ്പിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, അതാണ് ഇതേപോലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അല്ലേ, ഇതിനെ പറയുന്ന പേര് പോസിറ്റീവ്ലി പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്നാണ്. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ വേർ R is equal to 1. R is equal to 1 ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ്പം നമുക്ക് ചോദിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രാഫ് തന്നിട്ട് ഏത് കോറിലേഷനാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ്റെ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. അപ്പർ റൈറ്റിൽ നിന്ന് ലോവർ ലെഫ്റ്റിലേക്കായിരിക്കും. അപ്പർ റൈറ്റിൽ നിന്ന് ലോവർ ലെഫ്റ്റിലേക്കുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പർ റൈറ്റ് ലോവർ ലെഫ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലേ, അതായത് തന്നിരിക്കുന്ന ബൈവേരിയറ്റ് ഡേറ്റയെ നമ്മളൊരു ലീനിയർ റെപ്രസെൻറ്റേഷൻ നടത്തിയാൽ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തിയാൽ അതിനെ ഒരു ലൈനായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ ആ ലൈൻ എന്തായിരിക്കും? അപ്പർ ലെഫ്റ്റ് ടു ലോവർ റൈറ്റ് ആയിരിക്കും അല്ലേ. അപ്പർ ലെഫ്റ്റ് ടു ലോവർ റൈറ്റ് അല്ലേ. ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതിനെ നമ്മൾ പറയും പെർഫെക്റ്റ് നെഗറ്റീവ് correlation, perfect negative correlation where R is equal to -1. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ കോറിലേഷനെ റെപ്രസെന്റ് ചെയ്ത ലെറ്റർ അറിയാലോ, സ്മോൾ ലെറ്റർ R എന്തായിരിക്കും? -1 ആയിരിക്കും. അടുത്ത നോക്കിയേ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നടത്തിയാൽ ഏകദേശം ഇത്തരത്തിലുള്ള പോയിന്റ്സുകളാണ് അല്ലെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല, ഏകദേശം ഇതേപോലെയൊക്കെയുള്ള പോയിന്റുകളായിട്ടാണ് കിട്ടുന്നത്. ഒരു കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കത്തില്ല. ഇങ്ങനെയുള്ള ഒരു എന്തായിരിക്കും? അപ്പർ റൈറ്റിൽ നിന്ന് ലോവർ ലെഫ്റ്റിലേക്കായിരിക്കും, പക്ഷെ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തോ പറയും? പാർട്ട്ലി പോസിറ്റീവ്
അല്ലെങ്കിൽ വെറും പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. പോസിറ്റീവ് കോറിലേഷൻ അല്ലേ? പെർഫെക്റ്റ് പോസിറ്റീവ് അല്ല, പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. വേർ ആർ ഇസ് ഈക്വൽ ടു, വേർ ആർ ഈസ് ഗ്രേറ്റർ ദാൻ അല്ലേ, ആർ ഗ്രേറ്റർ ദാൻ 0. ആർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ? ആർ എന്ന് പറയുന്നത് 0യേക്കാൾ കൂടുതലായിരിക്കും അല്ലേ? അതുകൊണ്ടല്ലേ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആയത്. ആർ ഈസ് ഗ്രേറ്റർ ദാൻ 0. ശരിയല്ലേ? ഇതാണ്. ഇങ്ങനെയാണെങ്കിലോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കത്തില്ല. അപ്പർ ലെഫ്റ്റിൽ നിന്ന് ലോവർ റൈറ്റിലേക്കായിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഇത്തരത്തിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ നമ്മൾ ഇത് എന്താ പറയും? നെഗറ്റീവ്ലി കോറിലേറ്റഡ് അല്ലെങ്കിൽ പാർട്ട്ലി നെഗറ്റീവ് കോറിലേഷൻ അല്ലെ? പെർഫെക്റ്റ് അല്ല, പാർട്ട്ലി നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഇവിടെ ആർ എന്തായിരിക്കും? ആർ ഈസ് ലെസ് ദാൻ 0. ആർ എന്തായിരിക്കും? 0യേക്കാളും കുറവായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും അല്ലേ? നെഗറ്റീവ് 1 ആയിരിക്കത്തില്ല. നെഗറ്റീവ് ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് 1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് 1 അല്ലാതെ വേറെ ഏതെങ്കിലും നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 0 താഴെ 1 അല്ലെ 0 -1 ഇടയ്ക്കാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? നെഗറ്റീവ്ലി കോറിലേറ്റഡ്. ഇനി നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇത്തരത്തിലാണോ നിർബന്ധമില്ല. അതാണ് ഇതുപോലെ ഇങ്ങനെയാണെങ്കിലും കുറെ ഒരു ഷേപ്പ് ഈ കൊടുത്തിരിക്കുന്ന 4 ഷേപ്പും അല്ലെങ്കിൽ എന്തായിരിക്കും? നോ കോറിലേഷൻ ആയിരിക്കും. നോ കോറിലേഷൻ. ഇങ്ങനെ വേണമല്ലോ വരാം. ഓക്കെ, അല്ല തിരിച്ചതാണ് ഇങ്ങനെ വേണമല്ലോ വരാം. അല്ലെങ്കിൽ റൗണ്ട് പോലെ വേണമല്ലോ വരാം. ഇങ്ങനെ വന്നാൽ ഇതിനർത്ഥം എന്താണ്? there is no correlation, r is equal to 0. there is no correlation, r is equal to 0. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ബൈവേരിയറ്റ് ഡേറ്റയുടെ എന്താണ് ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ? പെർഫെക്റ്റ് പോസിറ്റീവ് ആണോ, പെർഫെക്റ്റ് നെഗറ്റീവ് ആണോ, പാർട്ട്ലി പോസിറ്റീവ് ആണോ, പാർട്ട്ലി നെഗറ്റീവ് ആണോ, നോ കോറിലേഷൻ ആണോ, എന്താണെന്നുള്ള ഡയറക്ഷൻ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ എക്സ്റ്റെൻഡ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എത്രത്തോളം കോറിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം യൂസ് ഓൺലി ടു അസസ് ദി ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ. ഡയറക്ഷൻ, നോട്ട് ദി എക്സ്റ്റെൻഡ് ഓഫ് കോറിലേഷൻ ബട്ട് ഓൺലി ദി ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ. ഈ കോറിലേഷൻ്റെ ഡയറക്ഷൻ മാത്രമാണ് നമ്മൾ ഈ സ്കാറ്റർ ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഓരോ ഡയഗ്രത്തിൻ്റെയും ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ കോറിലേഷൻ്റെ നേച്ചർ നമ്മൾ മനസ്സിലാക്കുന്നത്, അഥവാ അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ? കാര്യം മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ സ്കാറ്റർ ഡയഗ്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതൊരു ഡയഗ്രം തന്നിട്ടും ഇത് ഏത് കോറിലേഷനുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നില്ല. ചോദിച്ചാൽ മറ്റ് ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദി പ്ലോട്ടഡ് പോയിന്റ്സ് ഇൻ എ സ്കാറ്റർ ഡയഗ്രാം ലൈസ് ഫ്രം അപ്പർ ലെഫ്റ്റ് ടു ലോവർ റൈറ്റ്, then the correlation is അല്ലേ? അപ്പർ ലെഫ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്, ലോവർ റൈറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അപ്പർ ലെഫ്റ്റ് എന്ന് പറയുമ്പം അല്ലെ, അപ്പർ ലെഫ്റ്റ് ടു ലോവർ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനല്ലേ വരയ്ക്കുന്നത് അല്ലേ? അപ്പർ ലെഫ്റ്റിൽ നിന്ന് ലോവർ റൈറ്റിലേക്കാണ് ഡയഗ്രാം വരച്ചിരിക്കുന്നതെങ്കിൽ ആ ഡയഗ്രാം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഏത് തരത്തിലുള്ള കോറിലേഷനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 0 കോറിലേഷൻ, ഓപ്ഷൻ ബി നെഗറ്റീവ് കോറിലേഷൻ, ഓപ്ഷൻ സി പോസിറ്റീവ് കോറിലേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതായിരിക്കും ആ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം? എന്തായിരിക്കും? നെഗറ്റീവ് കോറിലേഷൻ ആണോ, പോസിറ്റീവ് കോറിലേഷൻ ആണോ? ഉറപ്പായും നെഗറ്റീവ് കോറിലേഷൻ ആണ്. ആൻസർ എന്താണ്? നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഒന്നുകൂടെ വായിക്കാം. ഇഫ് ദി പ്ലോട്ടഡ് പോയിന്റ്സ് ഇൻ ദി സ്കാറ്റർ ഡയഗ്രാം ലൈസ് ഫ്രം അപ്പർ ലെഫ്റ്റ് ടു ലോവർ റൈറ്റ്, then the correlation is negative correlation. Okay. Question number 2. If all the plotted points in a scatter diagram lie on a single line, if all the points in a scatter diagram lies on a single line, then the correlation is അല്ലേ? അതായത് ഈ സ്കാറ്റർ ഡയഗ്രത്തിൽ വരച്ചിരിക്കുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റുകളെല്ലാം ഒരു സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ആ സ്കാറ്റർ ഡയഗ്രാം ഏത് തരത്തിലുള്ള കോറിലേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ പെർഫെക്റ്റ് പോസിറ്റീവ്, ഓപ്ഷൻ ബി പെർഫെക്റ്റ് നെഗറ്റീവ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി എയ്തർ എ ഓർ ബി അല്ലേ? എയ്തർ എ ഓർ ബി. എന്തായിരിക്കും? നമുക്കറിയാം പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനും രണ്ടും ഈ പ്ലോട്ടഡ് പോയിന്റ്സ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ? പെർഫെക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും? പെർഫെക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഇതായിരിക്കും, എന്നാലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പെർഫെക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇതായിരിക്കും, എന്നാലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ? അപ്പോൾ എന്തായിരിക്കും ആൻസർ? പെർഫെക്റ്റ് പോസിറ്റീവ് ഓർ പെർഫെക്റ്റ് നെഗറ്റീവ്. അപ്പോൾ ആൻസർ ബോത്ത് എ ആൻഡ് ബി. ശരിയല്ലേ? എ ആണെങ്കിലും ബി ആണെങ്കിലും എന്തായിരിക്കും? പ്ലോട്ടഡ് പോയിന്റ്സ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്താണ്? ബോത്ത് എ ആൻഡ് ബി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. സ്കാറ്റർ ഡയഗ്രാം ഹെൽപ്സ് us to അല്ലെ? സ്കാറ്റർ ഡയഗ്രാം ഹെൽപ്സ് us to ഓപ്ഷൻ എ ഫൈൻഡ് ദി നേച്ചർ ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. Find the nature of correlation between two variables. Option B, compute the extent of correlation between two variables.
ഓപ്ഷൻ സി ഒബ്റ്റെയിൻ ദി മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി. ഓക്കെ, നോക്കിയേ ഓപ്ഷൻ എ എന്താണ്? ഫൈൻഡ് ദി നേച്ചർ ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ? സ്കാറ്റർ ഡയഗ്രാം എന്ത് മാത്രമേ തരുന്നുള്ളൂ? ആ രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള നേച്ചർ ഓഫ് കോറിലേഷൻ അല്ലേ? അതിൻ്റെ എക്സ്റ്റെൻഡ് തരുന്നില്ല, എത്രത്തോളം കോറിലേറ്റഡ് ആണ്, ആ കോറിലേഷൻ്റെ ഇൻറ്റൻസിറ്റി തരുന്നില്ല, അതിൻ്റെ നേച്ചർ അല്ലേ, ഏത് തരത്തിലുള്ള കോറിലേഷൻ ആണെന്ന് മാത്രം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ലേ, ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് ആണോ ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് ആണോ അല്ലേ, അല്ലെങ്കിൽ നോ കോറിലേറ്റഡ് ആണോ, അത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അത് എത്രത്തോളം കോറിലേറ്റഡ് ആണ് എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ കോറിലേഷനെ നമുക്കൊരു വാല്യൂ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, അല്ലെങ്കിൽ കമ്പാരിസണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ നോക്കിയേ, കമ്പ്യൂട്ട് ദി എക്സ്റ്റെൻഡ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് അല്ലേ? കമ്പ്യൂട്ട് ദി എക്സ്റ്റെൻഡ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അതിന്റെ എക്സ്റ്റെൻഡ് ഒരിക്കലും അളക്കാൻ പറ്റത്തില്ല. ഓപ്ഷൻ എ ശരിയാണ്. ഓപ്ഷൻ സി ശരിയാണോ? ഒബ്റ്റെയിൻ ദി മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് അല്ലേ? മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്ഷൻ എ മാത്രമാണ് ശരി. ആൻസർ ഈസ് ഓപ്ഷൻ എ അല്ലേ? ഫൈൻഡ് ദി നേച്ചർ ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ആൻസർ ഈസ് ഫൈൻഡ് ദി നേച്ചർ ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്ത മെത്തേഡാണ്. നമ്മൾ സ്കാറ്റർ ഡയഗ്രത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത മെത്തേഡാണ് അല്ലെ, കോറിലേഷൻ കോയിഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അടുത്ത മെത്തേഡാണ് കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ്. എന്താ പറഞ്ഞേ? കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ്. ചിലപ്പം എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനിൽ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ന് മാത്രമേ കാണത്തുള്ളൂ. പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ന് ചോദിച്ചാലും അതിന്റെ മീനിങ് എന്താണ്? കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ് തന്നെയാണ്. ഈ കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റിനെ പറ്റി പഠിക്കാനുള്ള ആദ്യത്തെ കാര്യം, ഇറ്റ് ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് ടു കാൽക്കുലേറ്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ്. കോറിലേഷൻ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് എന്ന് ചോദിച്ചാലും ഏതാണ്? കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോയിഫിഷ്യന്റ് ആണ്. കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോയിഫിഷ്യന്റ് ആണ് ബെസ്റ്റ് മെത്തേഡ്, അതേപോലെ മോസ്റ്റ് അക്സെപ്റ്റഡ് മെത്തേഡ് അല്ലെങ്കിൽ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് അല്ലേ? ഇപ്പൊ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് കോറിലേഷൻ കോയിഫിഷ്യന്റ്, മോസ്റ്റ് അക്സെപ്റ്റഡ് മെത്തേഡ് ഓഫ് കോറിലേഷൻ കോയിഫിഷ്യന്റ്, ബെസ്റ്റ് മെത്തേഡ് ഓഫ് കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ് ആണ്. എന്താണ് ഈ കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റിനെ ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്, മോസ്റ്റ് അക്സെപ്റ്റഡ് മെത്തേഡ് എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഗീവ്സ് ദി ഡയറക്ഷൻ ആസ് വെൽ ആസ് ദി ഇന്റൻസിറ്റി ഓഫ് റിലേഷൻ. ഡയറക്ഷനും അതേപോലെ റിലേഷന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റെൻഡും അളക്കാൻ പറ്റുന്ന മെത്തേഡ് ആയതുകൊണ്ടാണ് ഇതിനെ ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ മോസ്റ്റ് അക്സെപ്റ്റഡ് മെത്തേഡ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓർ ദി നേച്ചർ ആസ് വെൽ ആസ് ദി എക്സ്റ്റെൻഡ് ഓഫ് ദി റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഓർ ബൈവേരിയറ്റ് ഡേറ്റ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്തൊക്കെ തരുന്നുണ്ട്? ഡയറക്ഷനും അല്ലെങ്കിൽ നേച്ചറും അതേപോലെ ഇന്റൻസിറ്റി ഓഫ് കോറിലേഷനും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ഇക്വേഷൻസ് അതൊന്ന് ഓർത്ത് വെക്കുക. നമുക്കറിയാം കോറിലേഷൻ കോയിഫിഷ്യന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? സ്മോൾ ലെറ്റർ എക്സ് ആണ് അല്ലേ? അതിന് സഫിക്സ് ആയിട്ട് എക്സ് വൈ എന്നും എഴുതാറുണ്ട്. എന്ന് വെച്ചാൽ ആ വേരിയബിൾസ്, ആദ്യത്തെ വേരിയബിൾ എക്സ്, രണ്ടാമത്തെ വേരിയബിൾ വൈ ആണെങ്കിൽ എക്സിന്റെയും വൈയുടെയും ആ ബൈവേരിയറ്റ് ഡേറ്റയുടെ കോറിലേഷൻ കോയിഫിഷ്യന്റ് ആറെന്ന് മാത്രം എഴുതിയാലും മതി, രണ്ടും ശരിയാണ്. കോറിലേഷൻ കോയിഫിഷ്യന്റ് ആർ ഇസ് ഈക്വൽ ടു n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദി ഹോൾ സ്ക്വയർ. കണ്ടോ? അപ്പം കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, സിമ്പിൾ മെത്തേഡിൽ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം നമുക്ക് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ മെത്തേഡ് ആയിരിക്കും, ഈ ഇക്വേഷൻ ആയിരിക്കും. എന്തായിരിക്കും? n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദി ഹോൾ സ്ക്വയർ. ഒരു ഇക്വേഷനോടുണ്ട്. കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ, മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം ഇതാണ് കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ അല്ലെങ്കിൽ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഐ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ.
ഓക്കെ, അപ്പം കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളാണ് ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. R is equal to n sigma xy minus sigma x into sigma y all divided by root of n into sigma x square minus sigma x the whole square into n into sigma y square minus sigma y the whole square, or method equation covariance of xy divided by standard deviation of x into standard deviation of y. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ കോവേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും തന്നാൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 6 കിട്ടും. അതല്ല സിഗ്മ എക്സും സിഗ്മ വൈയും അല്ലെങ്കിൽ എക്സ് വാല്യൂസും വൈ വാല്യൂസും മാത്രമാണ് തരുന്നതെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്തായിരിക്കും? സിഗ്മ എക്സ് വൈയും സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയറും സിഗ്മ വൈ ദി ഹോൾ സ്ക്വയറും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പം കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് അഥവാ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോഎഫിഷ്യന്റിനെ പറ്റി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെസ്റ്റ് മെത്തേഡ്, മോസ്റ്റ് അക്സെപ്റ്റഡ് മെത്തേഡ് അല്ലേ, അല്ലെങ്കിൽ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഡയറക്ഷൻ അഥവാ നേച്ചറും അതേപോലെ ഇതിന്റെ ഇന്റൻസിറ്റി അഥവാ എക്സ്റ്റെൻഡ് മെഷർ ചെയ്യാനും ഈ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ആറിന്റെ വാല്യൂ ഏതിനും ഇടയ്ക്കായിരിക്കും. ഈ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ ഏതിനും ഇടയ്ക്കായിരിക്കും. മീൻ ബിറ്റ്വീൻ -1 and 1 ബോത്ത് ആർ ഇൻക്ലൂസീവ്. -1നും 1നും ഇടയ്ക്ക് ബോത്ത് ആർ ഇൻക്ലൂസീവ് എന്ന് വെച്ചാൽ വ്യക്തമായി പറഞ്ഞാൽ -1 മുതൽ 1 വരെ ആയിരിക്കും ഈ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആയി കിട്ടുന്ന ആറിന്റെ വാല്യൂ. ഓക്കെ അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ.